എല്ലാവർക്കും നമസ്കാരം. കൈവല്യ പീയൂഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാരായണീയ സാഹസ്രം ഇന്ന് മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്ഷമിക്കണം, 72ാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പാരായണത്തിലേക്കും പ്രഭാഷണത്തിലേക്കും കടക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മാഭാസതാം വരദോ മമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുഭ്യോ നമ. 7ാമത്തെ ദശകത്തിലെ 7ാമത്തെ ശ്ലോകം. തത്രൈവം പ്രതിദർശിതേ നിജപഥേ രത്നാസനാധ്യാസിതം ഭാസ്വൽകോടിലസൽ കിരീടകടകാദ്യാകൽപതി പ്രാകൃതി. ശ്രീവത്സാംഗിതമാത്തകൗസ്തുഭമണിച്ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷത വിധി തത്തേ വിഭോ ഭാതു മേ. വിശ്വേഷാം തവ രൂപമൈക്ഷത വിധി തത്തേ വിഭോ ഭാതു മേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കൈവല്യ പീയൂഷം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണ ഇതി നാമസങ്കീർത്തനം സദാലോകക്ഷേമായ കുർവന്തം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. പത്മജാദ്യാർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭവിരാധീശം പത്മനാഭൻ മാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. വൈകുണ്ഠലോകത്തിലേക്ക് എന്നെയും എത്തിക്കണേ എന്നാണ് ഭട്ടതിരിപ്പാട് ഇന്നലെ പ്രാർത്ഥിച്ചത്. ഒന്നുമില്ലാത്ത ലോകം, നിസ്വമായ ലോകം, നിർഗുണമായ ലോകം, സ്വത്വം അറിയുന്ന ലോകം. എന്നാൽ സ്വത്വം അറിയുമെങ്കിലും സ്വാർത്ഥമില്ലാത്ത ലോകം. അവിടെ എന്തൊക്കെയാണ് അദ്ദേഹം കണ്ടത്, മഹാലക്ഷ്മി എത്തരത്തിൽ അവിടെ വർത്തിക്കുന്നു എന്നൊക്കെ സൂചിപ്പിക്കലുണ്ടായി. നിസ്വന്മാരുടെ, നിഷ്കിഞ്ചനന്മാരുടെ അടുത്തേക്ക് മഹാലക്ഷ്മി അറിയാതെ ഓടിയെത്തുന്നതാണ്. നിഷ്കിഞ്ചന വയം ശശ്വൽ നിഷ്കിഞ്ചന ജനപ്രിയാഹ തസ്മാൽ പ്രായേണ ഹ്യാഢ്യ മാം ഭജന്തി സുമധ്യമേ എന്ന് ഭഗവാൻ രുക്മിണീദേവിയോട് പറയുന്നുണ്ട്. ഞങ്ങൾ ദേവി നിഷ്കിഞ്ചനന്മാർക്ക് പ്രിയപ്പെട്ട ആൾക്കാരാണ്. നിഷ്കിഞ്ചനന്മാർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കിഞ്ചന എന്ന് വെച്ചാൽ എന്തെങ്കിലും, എന്തെങ്കിലും എന്ന ഭാവം ഇല്ലാത്തവർ. എന്തെങ്കിലും എന്ന ഭാവം എന്ന് വെച്ചാലോ, എന്തെങ്കിലും തരണേ, എന്തെങ്കിലും ഉണ്ടായാൽ തരക്കേടില്ല എന്നുള്ള ഭാവം ഇല്ലാത്തവർ നിഷ്കിഞ്ചനന്മാർ. വയം ശശ്വൽ, ഭഗവാൻ പറയുന്നു ഞങ്ങൾ എപ്പോഴും നിഷ്കിഞ്ചനന്മാരാണ് എന്ന് മാത്രമല്ല, നിഷ്കിഞ്ചന ജനപ്രിയാഹ, ഞങ്ങൾ നിഷ്കിഞ്ചനന്മാരാണെന്ന് മാത്രമല്ല ഞങ്ങളുടെ കൂട്ടുകാർ മുഴുവൻ നിഷ്കിഞ്ചനന്മാരാണ്. അപ്പോൾ ഒന്നും വേണ്ടാത്ത അവസ്ഥയിലുള്ളവരാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരാറുള്ളത്. ഒരാഗ്രഹമില്ലാത്തവരാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരിക. ഈ ആഗ്രഹമില്ലാത്തവർക്ക് ലക്ഷ്മി ആവശ്യമില്ല. അതുകൊണ്ട് ദേവി നശ്യാഢ്യ മാം ഭജന്തി, എന്നെ ആഢ്യന്മാരൊന്നും ഭജിക്കാറില്ല.
ആഢ്യത്വം പലതരത്തിലുണ്ട്. വിദ്യ, അതുപോലെ വയസ്സ്, ദ്രവിണം, ധാമം, ഇത്തരത്തിലുള്ള ആഢ്യത്വങ്ങളുണ്ട്. വിദ്യ കൊണ്ട് ആഢ്യൻ, വയസ്സുകൊണ്ട് ആഢ്യൻ, ദ്രവിണം സമ്പത്ത് കൊണ്ട് ആഢ്യൻ, വീട് കൊണ്ട് ആഢ്യൻ. ഇത്തരത്തിലുള്ള ആഢ്യത്വം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഢ്യത്വമുള്ളവരാരും എന്നെ ആശ്രയിക്കാറില്ല. എന്താ കാരണം? ഞങ്ങൾ നിഷ്കിഞ്ചനന്മാരാണ്. ഒരാഗ്രഹവുമില്ലാത്ത, ഒന്നും വേണ്ട എന്ന ചിന്തയിലേക്ക് എത്തിയവർക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടാവുമോ? എന്ന് മാത്രമല്ല, എന്തെങ്കിലും സ്വന്തമായിട്ട് വേണമെന്ന് എൻ്റെ ആൾക്കാർ പറയാറുമില്ല. അപ്പം സംഗതി, ഞാൻ ലക്ഷ്മി നിലയത്തിലാണ് താമസം. ദ്വാരകാനാഥനായിട്ടിരിക്കുമ്പോഴായാലും ഇനി പാലാഴിയിലായാലും ലക്ഷ്മിനാഥനായിട്ട് വർത്തിക്കുന്ന എനിക്ക് ലക്ഷ്മിയോട് സ്നേഹമുണ്ട് എന്നല്ലാതെ ആ ലക്ഷ്മിത്വത്തിനോട് സ്നേഹമില്ല. ലക്ഷ്മിയുടെ ജീവാത്മാവിനോട് എന്തെന്നില്ലാത്ത പ്രണയം എനിക്കുണ്ട്. ലക്ഷ്മിയുടെ വ്യക്തിത്വത്തിനോട് എനിക്കെന്തോ പ്രേമമുണ്ട്. പക്ഷേ ലക്ഷ്മിയുടെ വൈഭവത്തിനോട്, വിഭൂതികളോട് എനിക്ക് പ്രണയമില്ല. അപ്പോൾ ലക്ഷ്മിയുടെ കടാക്ഷം ഇന്നലെ പറഞ്ഞു. ലക്ഷ്മി കടാക്ഷം നമുക്കുണ്ടാവുന്നത് ഭഗവത് കടാക്ഷം ഉണ്ടാകുമ്പോഴാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നിരുപാധികമായിട്ടുള്ള സ്നേഹമാണ് സ്വീകാര്യമായിട്ടുള്ളത്. പുരുഷന്മാർ ഏതെങ്കിലും ഡിമാൻഡ് വെച്ച് സ്നേഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീകൾ തള്ളിക്കളയും. നേരെ മറിച്ച് നിരുപാധികം നിനക്ക് വേണ്ടി എന്നുള്ള ഭാവത്തിൽ സ്നേഹിക്കുന്നവർ, അങ്ങനെയുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ ലക്ഷ്മി ഭഗവതിക്ക് ഇന്നലെ പറഞ്ഞല്ലോ, ലക്ഷ്മി ഭഗവതി പാദം ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട് ഭഗവാന്റെ. പക്ഷെ നോട്ടം മുഴുവൻ പുറത്തേക്കാ. ആരൊക്കെ ഭഗവാന്റെ പാദത്തിലേക്ക് നോക്കണത്, ആരൊക്കെയാണ് ആശ്രയിക്കുന്നത്, ഇതറിയാനാ ദേവിക്ക് താല്പര്യം. അപ്പോൾ ആ ലക്ഷ്മിത്വം, ലക്ഷ്മിയാൽ പരിപാലിക്കപ്പെടുന്നവനല്ല ഭഗവാൻ, ലക്ഷ്മിയെ പരിപാലിക്കുന്നവനാണ്. നമ്മളൊക്കെയോ ലക്ഷ്മിയാൽ പരിപാലിക്കപ്പെടുന്നവരായിട്ട് മാറുകയാണ്. സമ്പത്തുണ്ടെങ്കിലേ എന്തെങ്കിലും ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ആ സമ്പത്തിന് വേണ്ടിയാണ് ഉള്ളത് മുഴുവൻ, ജീവിതം മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മൾ ദാരിദ്ര്യത്തിൽ വളർന്നാലും നമ്മൾ അടുത്ത തലമുറ സമ്പത്തിൽ വളരണമെന്ന് വിചാരിച്ചിട്ട് ഈ ജീവിതം മുഴുവൻ നശിപ്പിക്കും. പണ്ട് പറഞ്ഞ പോലെ ഉത്തരത്തിലിരിക്കുന്നത് കിട്ടാനും മുകളിലെ കക്ഷത്തിലുള്ളത് ഉയർത്തിയ സമയത്ത് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ സമ്പത്തിനെ ബഹുമാനിക്കുന്നു, സമ്പത്ത് കൊണ്ടാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിർഗുണനായിട്ടുള്ള, നിഷ്കിഞ്ചനായിട്ടുള്ള ഭഗവാന് ലക്ഷ്മിയോട് സ്നേഹമാണ്. പക്ഷെ ഭഗവാൻ ആ ലക്ഷ്മിയുടെ വിഭൂതികളൊന്നും ആവശ്യമില്ല, വൈഭവം ആവശ്യമില്ല. ഇവിടെ വാസ്തവത്തിൽ ഭട്ടതിരിപ്പാട് ഇന്നലെ പറഞ്ഞാൽ എന്താ? തത്തേ പദം ദേഹിമേ. ആ അവസ്ഥ, അവിടുത്തെ രൂപം, ആ രൂപപ്രാപ്തി അതെനിക്ക് തരണേന്നാണ്. രൂപപ്രാപ്തിയല്ല, രൂപസാമീപ്യം, അതെനിക്ക് തരണേന്നാണ് ഇന്നലെ പ്രാർത്ഥിച്ച് സമർപ്പിച്ചത്. ആ നിഷ്കിഞ്ചനത്വം എനിക്കുണ്ടാവണമെന്നാണ് പ്രാർത്ഥന. സമ്പത്തൊന്നും തരരുതേ, എനിക്ക് അവിടുത്തെ സാമീപ്യത്തിൽ എത്തിച്ചേരണം. സമ്പത്തുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ കടാക്ഷം അതുകൊണ്ട് അവിടെ നിൽക്കും. അതാണ് ലക്ഷ്മി തടവുമ്പോൾ പുറത്തേക്ക് നോക്കണത്. ഇവിടെ അത്തരത്തിലുള്ള ആ പദത്തിലേക്ക്, ആ പദം എനിക്കും തരണേ എന്നാണ് ഇന്നലെ നമ്മൾ ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചതും പ്രാർത്ഥിച്ചതും. അപ്പോൾ വൈകുണ്ഠത്തിൻ്റെ വർണ്ണനയാണെങ്കിലും ആ വൈകുണ്ഠത്തിൻ്റെ ലൗകികവും അലൗകികവുമായ അർത്ഥങ്ങൾ എന്തെല്ലാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഭട്ടതിരിപ്പാട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തത്രൈവം പ്രതിദരിശിതേ നിജപദേ തത്ര ഏവം. ഇതുവരെയുള്ള ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എത്ര എന്നാണ് പറയുന്നത്. ഈ യാതൊരു ദിക്കിലാണോ എന്നാണ്. ഇവിടെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു, ഭഗവത് സാമീപ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. തത്ര, അവിടെ. ഏവം പ്രദർശിതേ, ഇപ്രകാരം കാണപ്പെടുന്ന. പ്രതിദർശിതേ, ക്ഷമിക്കണം. ഏവം പ്രതിദർശിതേ. പ്രതിദർശിതേ എന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട് നിമിഷം പ്രതി എന്നാണ്. പ്രതിദർശിത എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത് കാണുന്ന.
ഏറ്റവും അടുത്ത് കാണുന്ന രീതിയിൽ കാണപ്പെടുന്ന ഏവം പ്രതിധരിച്ചത് ഇപ്രകാരം ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നിജപദേ, നിജപദം എന്ന് വെച്ചാൽ തൻ്റെ പദം. ഇത് നമുക്ക് പലതരത്തിൽ വിവക്ഷിക്കാം. തൻ്റെ പദം എന്ന് വെച്ചാൽ ഭട്ടതിരിപ്പാട് ഉദ്ദേശിക്കുന്നത് വൈകുണ്ഠപദം എന്നല്ല പറഞ്ഞല്ലോ, അതിൻ്റെ ബാക്കി പറയണം. നിജപദം എന്ന് വെച്ചാൽ തൻ്റെ പദം, നമ്മുടെ ഓരോരുത്തരുടെയും പദം, അവസ്ഥ. പദം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞു അവസ്ഥ. ഇപ്രകാരം പ്രതിധരിച്ചത് അനുനിമിഷം ദർശിക്കപ്പെടുന്ന അവസ്ഥയിൽ ആ അവസ്ഥ എങ്ങനെയാണ്? ഭഗവാന്റെ ലൗകികമായ അല്ലെങ്കിൽ രൂപത്തോടു കൂടിയ വേഷഭൂഷണത്തെയാണ് വർണ്ണിച്ചത്. പിന്നീട് ഭഗവാന്റെ വേഷഭൂഷണം മുമ്പ് ചുരുക്കി പറഞ്ഞു, ലക്ഷ്മി ഭഗവതി എങ്ങനെയാണെന്ന് പറഞ്ഞു, അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു. ഇനി ഏവം പ്രതിധരിച്ചത് ഞാൻ കാണുന്നത്, അതാണ് പ്രത്യേകത. ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണ്? രത്നാസനാധ്യാസിതം, ഇരിപ്പിടം, സിംഹാസനം, അത് രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. സിംഹാസനം എന്ന് വെച്ചാൽ സ്വർണ്ണമൊന്നുമല്ല, രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. രത്നാസനാധ്യാസിതം എന്നാണ്. എന്നുവെച്ചാൽ രത്ന ആസനത്തിൽ കുടികൊള്ളുന്നവൻ, അധ്യാസിതം ഇരിക്കുന്നവൻ. രത്ന ആസനത്തിൽ, രത്നസിംഹാസനത്തിൽ ഇരിക്കുന്നവനായി കണ്ടു അങ്ങയെ. രത്നാസനാധ്യാസിതം എന്താ അവിടുത്തെ പ്രത്യേകത? ആ സിംഹാസനത്തിൻ്റെ പ്രത്യേകത എന്താ? ഭാസ്വൽക്കോട്ടിലസൽ കിരീടകടകാദ്യാകൽപതി പ്രാകൃതി. ഭാസ്വൽ കോടി ലസൽ. ഭാസ്വൽ എന്നുള്ളത് ഭാസ്വൻ എന്നുള്ള ശബ്ദമുണ്ട് സംസ്കൃതത്തിൽ. ഭാസിനെ സ്വന്തമാക്കിയവൻ, ഭാസ് പ്രകാശം, പ്രകാശത്തെ സ്വന്തമാക്കിയവൻ, അതാരാ? സാക്ഷാൽ ആദിത്യ ഭഗവാൻ. ഭാസ്വൽ കോടി, കോടി ആദിത്യന്മാർ. ലസൽ കിരീട, കോടി ആദിത്യന്മാരുടെ ശോഭയാൽ ലസിക്കുന്ന, വിരാജിക്കുന്ന, പ്രകാശിക്കുന്ന. കിരീട കടകം, അത് കിരീടത്തിൻ്റെ മറ്റൊരു, അല്ലെങ്കിൽ കിരീടങ്ങളും കടകങ്ങളും ഈ ഭാഗത്തുള്ളതാണ്. കിരീട കടകാദ്യാകൽപദീപ്രാകൃതി. ആ കൽപ്പം എന്ന് വെച്ചാൽ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ളത്, നിറഞ്ഞു നിൽക്കുകയാണ് രത്നങ്ങൾ മുഴുവൻ. ആ പൊന്നിൻ കിരീടം എന്ന് നമ്മൾ ഭഗവാന്റെ വിശേഷണമായിട്ട് പറയാനുണ്ടെങ്കിൽ, പൊന്നിൻ കിരീടം എന്നുള്ളത് ഒരു താരതമ്യേന ചെറിയ വിശേഷണമാണ് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഭാസ്വൽ കോടി ലസൽ കിരീട കടകാദ്യാകൽപ ദീപ്രാകൃതി. ദീപ്ര ആകൃതി. ദീപ്രം എന്ന് വെച്ചാൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. ദീപ്രം എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നത്. ആ ദീപ്ര ആകൃതിയോട് കൂടിയ സിംഹാസനം, പ്രകാശത്തോടു കൂടി. എപ്രകാരമുള്ള പ്രകാശം? ഭാസ്വൽ കോടി കിരീടം. ഭാസ്വൽ കോടി, ഭാസ്വനായ ഭാസ്കരനായ ആദിത്യൻ കോടിക്കണക്കിന് ഉദിച്ചാൽ ആ അത്രയും പ്രകാശത്തോടു കൂടിയ ആ കൽപ്പ എന്ന് വെച്ചാൽ സങ്കല്പം. ആ കൽപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സങ്കല്പത്തിലുണ്ടല്ലോ, ആ സങ്കല്പം മുഴുവൻ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുന്ന, സങ്കല്പങ്ങളെ മുഴുവൻ പ്രകാശമാനമാക്കി മാറ്റുന്ന ആ പൊന്നിൻ കിരീടം എന്ന് പറയുമ്പോൾ അത് വിശേഷണം വളരെ കുറഞ്ഞുപോയി. ഭാസ്വൽ കോടി കിരീട കടകാദ്യാകൽപ ദീപ്രാകൃതി. ആകൃതി, ആ ആകൃതിയുടെ പ്രകാശം തന്നെ ആ കൽപ്പം എന്ന് വെച്ചാൽ കൽപ്പത്തോളം അർത്ഥം. അതായത് നമ്മൾ എത്ര ചിന്തിക്കാമോ നമുക്ക് ഒരു പ്രകാശത്തെക്കുറിച്ച്, അത്രയും പ്രകാശത്തോടു കൂടിയത്. നമുക്കൊരു പ്രകാശത്തിൻ്റെ ഒരു വിഭാവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിലും അപ്പുറം. അപ്പോൾ എന്താ കണ്ടത്? തത്രൈവം പ്രതിദർശിതേ, ഞാൻ ഏറ്റവും അടുത്ത് കണ്ടു കേട്ടോ ഭഗവാനെ. നിജപദേ, തൻ്റെ സ്ഥലത്ത് രത്നാസനാധ്യാസിതം, രത്നസിംഹാസനത്തിൽ ഇരിക്കുന്നവനായി കണ്ടു. ഞാൻ മുകളിലേക്ക് നോക്കി, അങ്ങയുടെ ശിരസിൻ്റെ മുകളിൽ എന്താണെന്ന്. അങ്ങയുടെ ശിരസിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് ഭാസ്വൽ കോടി കിരീട, ഭാസ്വൽ കോടി
ലസൽ കിരീട കടകാദ്യാകൽപദീപ്രാകൃതി. സൂര്യസമൂഹം, കോടിക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചുയർന്നാൽ എപ്രകാരം ഇരിക്കും അത് ഞാൻ കണ്ടു. എവിടെയാണ് കണ്ടത്? അവിടുത്തെ ശിരസിൽ കിരീടത്തിൻ്റെ രൂപത്തിൽ ഇരിക്കുന്നു. ആ കൽപ്പദീപ്രാകൃതി. ദീപ്രാകൃതി എന്ന് വെച്ചാൽ ഇന്നത്തെ ഭാഷയിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു പിന്നിലൊരു പ്രകാശം. പിൻവിളക്ക് വെച്ചാൽ ഭഗവാനെ കാണാറുണ്ടല്ലോ, ഒരു പിൻവിളക്ക് കത്തിച്ചു വെച്ച പോലെ ആകൽപ്പദീപ്രാകൃതി. ആ കിരീടത്തിൻ്റെ ആകൃതി മുഴുവൻ ശോഭയാണ്. എവിടെയെങ്കിലും കുറച്ച് ദിക്കിലിങ്ങനെ വെട്ടി തിളങ്ങല്ല. ഇന്നലെ ലക്ഷ്മി ഭഗവതി എന്താ പറഞ്ഞത്? നാനാദിക്കിലും വെട്ടിത്തിളങ്ങുന്ന സൗന്ദര്യത്തോടു കൂടിയവൾ എന്ന്. ഇത് കിരീടത്തിൻ്റെ ഒരു പോയിന്റ് പോലും തിളക്കമില്ലാത്തതില്ല. കിരീടത്തിൻ്റെ ഓരോ ജോയിന്റിലും രത്നങ്ങൾ പതിപ്പിച്ചിരിക്കുന്നു. കണ്ടാൽ അത്രയും സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണോ എന്ന് സംശയം തോന്നുന്നതാണ്. അതാണ് സൂര്യ സമൂഹം. ആ ആദിത്യ സമൂഹം പോലെയാണ് ഈ കിരീടം ശോഭിക്കുന്നത്. അതിൻ്റെ ഒരു ആകൃതി എന്തായിരിക്കും? ദീപ്രാകൃതി. കോടിക്കണക്കിന് സൂര്യന്മാർ ഒരേ സമയം ഉദിച്ചു നിൽക്കുമ്പോൾ ഉള്ള ആകൃതി എന്തായിരിക്കുമെങ്കിൽ അതാണ് അവിടുത്തെ കിരീടത്തിൻ്റെ ആകൃതി, കടകങ്ങളുടെ ആകൃതി. ആ സൂര്യസമൂഹം പോലെ ജ്വലിച്ചു നിൽക്കുന്ന ആ കൽപ്പദീപ്ര. നമ്മുടെ മനുഷ്യൻ്റെ കൽപ്പങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. മനുഷ്യൻ്റെ ചിന്തയ്ക്ക് ചെന്നെത്താൻ ഒരു പരിധിയുണ്ട്. ഒരു പ്രകാശം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാക്സിമം കണ്ടിരിക്കുന്നത് സൂര്യനെയാണ്. ഈ ഒരു സൂര്യനെ തന്നെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. സൂര്യപ്രകാശം അനുഭവിക്കുന്നു എന്നേ ഉള്ളൂ. ആരെങ്കിലും സൂര്യൻ്റെ മുഖത്തേക്ക് നോക്കാറുണ്ടോ? യോഗിവര്യന്മാർ നോക്കും. ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി ഗായത്രി ജപിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് നോക്കി ഉദിച്ചു വരുന്നത് കണ്ടുകൊണ്ട്. പക്ഷേ അത് യോഗികൾക്കേ സാധിക്കുള്ളൂ, സാധാരണക്കാരനെ സാധിക്കുമോ? നമ്മൾ എത്ര പേര് സൂര്യനെ കാണുന്നുണ്ടോ ദിവസേന? അപ്പോൾ ഒരു സൂര്യനെ തന്നെ നോക്കാൻ കഴിയില്ല എങ്കിൽ കോടിക്കണക്കിന് വരുന്ന സൂര്യന്മാർ ഉദിച്ചു നിന്നാൽ ആ സമൂഹത്തെ എങ്ങനെ വെട്ടിത്തിളങ്ങണം? ജ്വലിച്ചു നിൽക്കുന്നത് കൊണ്ട് ആ ജ്വാലാഭാവത്താൽ ഒന്ന് നോക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ദീപ്രാകൃതി. പ്രകാശത്തിന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയാം, ഭഗവാനെ അവിടുത്തെ കിരീടത്തിൻ്റെ രൂപമാണ് പ്രകാശത്തിന് എന്ന്. വൈകുണ്ഠത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ പറഞ്ഞു, സൂര്യന് പോലും പ്രകാശം കൊടുക്കുന്ന ആധാര കേന്ദ്രം, പ്രമാണം, അത് അവിടുത്തെ ലോകമാണെന്ന് ഒരിക്കൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ പറയുന്നു പ്രകാശത്തിന് രൂപം പ്രാപിക്കുകയാണെങ്കിൽ, പ്രകാശത്തിനൊരു രൂപമില്ല, അതും ചെറിയ പ്രകാശമല്ല. ആദിത്യ സമൂഹം മൊത്തത്തിൽ നിന്നുകൊണ്ട്, കാരണം ഇവിടെ വേറെ ഭാവന കൂടിയുണ്ട്. കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഓരോ സൂര്യനുണ്ട്. ആ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടവും വർത്തിക്കുന്നത് ഭഗവാന്റെ ശരീര രൂപത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ സൂര്യ സമൂഹം മുഴുവൻ എവിടെയുണ്ട്? കോടിക്കണക്കിനുള്ള ബ്രഹ്മാണ്ടങ്ങളിലെ സൂര്യന്മാർ മുഴുവൻ ഭഗവാന്റെ ശിരസിൽ പ്രകാശിച്ചു നിൽക്കുന്നത് പോലെ തോന്നുന്നു. ഭാസ്വൽ കോടി ലസൽ കിരീട കടകാദ്യാകൽപദീപ്. അതാണ് കൽപ്പം എന്നുള്ള പ്രയോഗത്തിൻ്റെയും പ്രസക്തി. ഓരോ കൽപ്പങ്ങളിലും ഓരോ സൂര്യൻ മാറി മാറി വരും. അത്രയും ഉള്ള സൂര്യന്മാരെ ഉൾക്കൊള്ളാൻ ഒരു സാധാരണ പ്രദേശത്തിന് സാധിക്കില്ല, കത്തിപ്പോവും. അവിടുത്തെ ശിരസിലാണ് അത് വർത്തിക്കുന്നത്. അതും കിരീടമായിട്ട് അവിടുന്ന് ധരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സാങ്കത്യം. ആ കൽപ്പദീപ്രാകൃതി. അപ്പോൾ പ്രകാശത്തിൻ്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ കിരീടം എന്ന് പറയാവുന്ന രീതിയിലുള്ള വെട്ടിത്തിളങ്ങുന്ന എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു ഭാഷ മാത്രമേ ഉള്ളൂ. അത് ഭഗവാന്റെ രൂപത്തിൻ്റെ കിരീടത്തിൻ്റെ സൗന്ദര്യത്തിനോ പ്രകാശത്തിനോ യോജിച്ച ഒരു വിശേഷണമല്ല. മനുഷ്യൻ്റെ വാക്കിനൊരു പരിമിതി ഉണ്ടോ? ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണിച്ഛായാരുണം. ശ്രീവത്സാങ്കിതം നമുക്കെല്ലാവർക്കും അറിയാം. ഭൃഗു മഹർഷി ത്രിമൂർത്തികളിൽ ആരാണ്
ശാന്തൻ എന്നിങ്ങനെ ചോദിക്കാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി ഭൃഗുവിനെ നിയോഗിച്ചു. ഭൃഗു യുക്തിവാദിയായിരുന്നു, നമുക്ക് ദക്ഷയാഗത്തിലൊക്കെ കാണാം. ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് ബ്രഹ്മാവിൻ്റെ ഒപ്പം ഇരുന്നു. ബ്രഹ്മപുത്രനാണ് അദ്ദേഹം. ബ്രഹ്മാവിന് ദേഷ്യം വന്നു, അച്ഛനൊപ്പം മക്കളിരിക്കുകയാണ് എന്ന് തോന്നി. അപ്പോൾ ബ്രഹ്മാവ് ശാന്തനല്ലാതെ മനസ്സിലായി. മഹാദേവൻ്റെ അടുത്തേക്ക് പോയി, കൈലാസത്തിലേക്ക്. മഹാദേവൻ കെട്ടിപ്പിടിക്കാൻ വന്നു. മഹാദേവൻ നിർഗുണനായിട്ടുള്ള ആളാണ്, പ്രേമസ്വരൂപനാണ്. ഭൃഗു സഹോദര എത്ര കാലം കണ്ടിട്ട് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ തൊട്ടുപോയതെന്ന് പറഞ്ഞു. കുളിച്ചിട്ട് എത്ര ദിവസമായി ചോദിച്ചു. ദേഷ്യം വന്നു മഹാദേവന്. അപ്പോൾ മഹാദേവനും പോരാന്ന് മനസ്സിലായി. പാലാഴി തീരത്ത് ചെന്ന് യോഗനിദ്രയിൽ കിടക്കുന്ന പത്മനാഭനെ ഒരു ചവിട്ടി. ചവിട്ടിയപ്പോൾ ഉണർന്നു. എന്നിട്ട് ചോദിച്ചു, അങ്ങയുടെ ഈ മൃദുലമായിട്ടുള്ള പാദം എൻ്റെ ഈ കൂർത്ത ഹൃദയത്തിൽ കൊണ്ടിട്ട് വേദനിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ പ്രഖ്യാപിച്ചു ശാന്താകാരം ഭുജഗശയനം എന്ന്. അപ്പോൾ ഭൃഗു അന്ന് ചവിട്ടിയപ്പോൾ അന്ന് ഭഗവാൻ പറഞ്ഞു, ഇതെനിക്കൊരു ആഭരണമാണ്, മഹത്തുക്കളുടെ ശാപം പോലും അനുഗ്രഹമാണ്. മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ നമ്മളെ ശപിച്ചതെങ്കിൽ അത് അനുഗ്രഹമായിട്ട് നമ്മൾ എടുക്കണം, കാരണം അതൊരു അവസരമാണ്. ഇവിടെ ഭൃഗുവിൻ്റെ ചവിട്ട് കിട്ടിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത് എൻ്റെ ഒരു പ്രിവിലേജാണ്. എന്നെ കാണുന്ന ഭക്തൻ ഒരിക്കലും ഇങ്ങനെ അലസത പാടില്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ എനിക്ക് ഒരു മാറിടത്തിലുള്ളൊരു കാര്യമായിട്ട് മാറി ഇത്. അതാണ് ശ്രീവത്സം എന്ന പേരിൽ ശ്രീവത്സം എന്നാണ്. ശ്രീ ഭഗവതി എവിടെയായിരിക്കണം? വാസ്തവത്തിൽ ചവിട്ട് കിട്ടിയപ്പോൾ ഒന്ന് ഡൈവ് ചെയ്തതാണ് ലക്ഷ്മി ഭഗവതി, അല്ലെങ്കിൽ ലക്ഷ്മി ഭഗവതിക്ക് കിട്ടിയതിന് ചവിട്ട് ഭഗവാന്റെ മാറിടത്തിലാണ് ഇരിക്കുന്നത്. ആ ഭഗവാന്റെ മാറിടത്തിൽ ഇരിക്കുന്ന ശ്രീവത്സം എന്ന് പേര് വരാൻ കാരണം പിന്നീട് ഈ പാദത്തിൻ്റെ ഒരു പാട് അവിടെയുണ്ട്. അത് തൊട്ട് തലയിൽ വെച്ചിട്ടാണ് ശ്രീ ഭഗവതി ദിവസം ആരംഭിക്കുക. അതായത് ശ്രീവത്സം, ശ്രീയാൽ വാത്സല്യിക്കപ്പെടുന്നത്, അതാണ് ശ്രീവത്സം എന്ന പദത്തിൻ്റെ അർത്ഥം. ശ്രീ ഭഗവതി ദിവസേന സ്നേഹപൂർവ്വം വാത്സല്യിച്ച് ബഹുമാനത്തോടെ തൊട്ട് തലയിൽ വയ്ക്കുന്ന പാടായിട്ട് മാറി ശ്രീവത്സാങ്കിതം ആത്ത കൗസ്തുഭമണിച്ഛായാരുണം. കൗസ്തുഭത്തിൻ്റെ നിറം എന്താണെന്ന് ഇനി ആർക്കും സംശയം വേണ്ട. കൗസ്തുഭത്തിൻ്റെ നിറം തുടുത്ത നിറം. തുടുപ്പ് പലതരത്തിലുണ്ട്, വെളുപ്പുകൊണ്ട് തുടിക്കും. ഇത് അരുണം എന്ന് പറഞ്ഞതുകൊണ്ട് ഓറഞ്ചും ചുവപ്പുമല്ലാത്ത ഒരു നിറം. ആ ചുവപ്പുമല്ലാത്തൊരു നിറത്തിൽ ആത്ത കൗസ്തുഭ മണിയും എന്ന് വെച്ചാൽ കൗസ്തുഭത്തിൻ്റെ ആത്ത എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ പറഞ്ഞൂടെ, ആത്ത തപസ, ആർജവത്തോടെ ആർജിച്ചത്, ഗംഭീരമായതെന്നർത്ഥം. ആത്ത കൗസ്തുഭമണി ഛായാരുണം. കൗസ്തുഭമണി കഴുത്തിൽ കെട്ടിയത് കൊണ്ട് അതിൻ്റെ ഏറ്റവും പ്രകാശം അടിച്ച് ആ പ്രകാശത്തെ മുഴുവൻ സ്വീകരിച്ച് ചുവന്നിരിക്കുന്ന ഏതാ ഭാഗം? കൗസ്തുഭമണിയും ശ്രീവത്സവും എല്ലാം രണ്ടുപേരിൽ അകലത്തിലാണ് ഭഗവാന്റെ. അവ ശ്രീവത്സത്തെ കണ്ടു, കൗസ്തുഭമണി കൊണ്ട് ചുവന്നു തുടുത്ത് ഇരിക്കുന്ന അവിടുത്തെ മാറിടത്തെ ഞാൻ കണ്ടു. ഇതാണ് ഈ ഭക്തിയുടെ ഒരു ലഹരി. ഭക്തി ലഹരി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഭഗവാനാണ്. പിന്നെ ആ വ്യക്തിക്ക് ഭഗവാനെ കാണാത്ത ഈശ്വരനെ കുറിച്ചെന്നാണല്ലോ നമ്മൾ പറയണത്. കാണാത്ത ഈശ്വരനില്ല അദ്ദേഹത്തിന്, അദ്ദേഹം ഈശ്വരനെ കാണുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ വൈകുണ്ഠത്തിൽ പോയതിന് ശേഷമാണോ ഭട്ടതിരിപ്പാട് വാസ്തവത്തിൽ എഴുതിയിരിക്കുന്നത്? അല്ല. പക്ഷെ വൈകുണ്ഠത്തിൽ പോയാൽ ഉറപ്പിച്ചു പറയുന്ന അദ്ദേഹം ഇതിങ്ങനെയാണ് എന്ന്. അത് ഭക്തൻ്റെ അവകാശമാണ്, അത് ഭക്തൻ്റെ സന്തോഷമാണ്, ഭക്തൻ്റെ എന്താ പറയുക അനുവാദമാണ്, അല്ലെങ്കിൽ അനുഗ്രഹമാണ്. ഭഗവാൻ ഭക്തന് കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോളാൻ. അതാ സൂതമഹാശയൻ ഭാഗവതം ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും പറഞ്ഞത്. അബദ്ധവശാൽ പോലും ഇവൻ പറയുന്നത് ഹരികഥയായി തീർന്നാൽ തന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും ഭഗവാൻ മോചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഭഗവാൻ ഒരു ലോകമുണ്ടോ, ആ ലോകത്ത് നമുക്ക് ചെല്ലാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ മാറ്റിവെച്ചാൽ ഭക്തൻ പറയുന്നു ആ ലോകത്തിൽ പോയ ഒരാളുടെ പോലെയാണ് ഭട്ടതിരിപ്പാട് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം നമ്മളുടെ എല്ലാം
ലൗകികമായ വാസനകളെ കൊണ്ടുണ്ടായ ചിന്തയേക്കാളോ സ്വപ്നങ്ങളെക്കാളോ എല്ലാം ഉപരിയായ ഒരവസ്ഥയാണ് വൈകുണ്ഠാവസ്ഥ. ആ ദിവ്യമായ ലോകത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഭഗവാന്റെ നേരിട്ടുള്ള അനന്തപത്മനാഭനെ കാണുന്ന അവസ്ഥയിലേക്ക് ഭട്ടതിരിപ്പാടെത്തി. കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. ശ്രീവത്സാങ്കിതം ആത്തകൗസ്തുഭമണിച്ഛായാരുണം. ആ കൗസ്തുഭമണിയുടെ ഛായ എന്ന് വെച്ചാൽ നിഴൽ കൊണ്ട് ആ കൗസ്തുഭമണിയുടെ നിറം എന്താണെന്ന് ബോധ്യം വന്നു. ആ നിറം കൊണ്ട് തുടുത്തിരിക്കുന്ന ഇതാ മാറിടം. കാരണം വിശ്വേഷാം, വിശ്വങ്ങളുടെ മുഴുവൻ കാരണമായ ആ ഭഗവാന്റെ രൂപം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ ഭഗവാന്റെ രൂപത്തെ ഭട്ടതിരിപ്പാട് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാരണം. സഹസ്രനാമം നമുക്ക് 98% ആളുകൾക്കും അറിയാം. കാരണം, കർത്ത, വികർത്ത, ഗഹന, ഗുഹ എന്ന് സഹസ്രനാമത്തിന് നാമമുണ്ട്. കരണം എന്ന് വെച്ചാൽ ഉപകരണം, അന്തഃകരണം എന്നർത്ഥം. പ്രപഞ്ചത്തിൻ്റെ ഉപകരണമായിട്ടും സാധാരണ ജീവജാലങ്ങളുടെ അന്തഃകരണമായിട്ടും വർത്തിക്കുന്നവൻ കരണം എന്നൊരു നാമം. കാരണം, പ്രപഞ്ചത്തിന് കാരണം, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് കാരണം, പ്രപഞ്ചത്തിൻ്റെ നിശേഷത്വത്തിന് അല്ലെങ്കിൽ ലയത്തിന് കാരണം. കാരണം കർത്ത എന്ന് വെച്ചാൽ കർമ്മം ചെയ്യുന്നവൻ. അപ്പോൾ ആ പ്രപഞ്ചത്തിൽ ജീവജാലങ്ങളായി മാറി ശരീരം സ്വീകരിച്ച് കർമ്മം ചെയ്യുന്നവനും വേറെയല്ല. വികർത്ത എന്ന് വെച്ചാലോ വിഗതമായ കർത്തവ്യങ്ങളോട് കൂടിയവൻ, കർമ്മങ്ങളോട് കൂടിയവൻ. ഒരു കർമ്മവും ചെയ്യാതെ ചിലപ്പോൾ വേറൊരു കർമ്മം ചെയ്യും. പ്രപഞ്ചത്തിനോ സമൂഹത്തിനോ ദോഷമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവനായിട്ട് മാറുന്നതും അതും അവിടുന്ന് തന്നെ. ഗഹനൻ എന്ന് വെച്ചാൽ അറിയാലോ, ഗഹനം എന്നുള്ള പദം നമുക്കറിയാവുന്ന പദമാണ്. ആഴം കൂടിയവൻ, അത് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയോട് കൂടിയവൻ. ഗുഹ, ജീവനായിട്ട് വർത്തിക്കുന്നത് അവിടുന്ന് തന്നെ. അപ്പോൾ ഈ ഗുഹൻ എന്ന് വെച്ചാൽ ജീവൻ എന്നുള്ളതിനേക്കാൾ അധികം ശരീരം എന്ന അർത്ഥത്തിലും പറയാറുണ്ട്, ഹൃദയം എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. ഗുഹ, ആശയൻ എന്ന് ഭഗവാന് വേറെ പേരുണ്ട്. ഇപ്പം ജീവനായിട്ടും പറയാം, ഹൃദയമായിട്ടും പറയാം. വിശ്വേഷാം കാരണം എന്നാണ് ഈ പറഞ്ഞ, അല്ലെങ്കിൽ ഈ കണ്ട, അല്ലെങ്കിൽ ഈ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയപ്പെട്ട 14 ലോകങ്ങളുടെയും കാരണമായവൻ. ആ കാരണമായവൻ എന്നല്ല, ആ കാരണമായ തവ രൂപം, അവിടുത്തെ രൂപം. പാതാളം തൃപ്പാദമായിട്ടും, സുതലം കാൽമുട്ടുകളായിട്ടും, മഹാതലം കാൽവണ്ണയായിട്ടും, അതല വിതലങ്ങൾ തുടകളായിട്ടും, അങ്ങനെ പറഞ്ഞ് ഭൂമി അരയായിട്ടും, ആകാശം നാഭിയായിട്ടും, അങ്ങനെ കയറി വന്ന് ഇതാ മഹർലോകം മാറായിട്ടും, ജനർലോകം കഴുത്തായിട്ടും, തപോലോകം മാറായിട്ടും, ജനർലോകം കഴുത്തായിട്ടും, മഹർലോകം മുഖമായിട്ടും കാണുന്ന ഈ 14 ലോകങ്ങൾക്കും ശിരസ്സായി സത്യലോകത്തെയും കണ്ടു നമ്മൾ. വിശ്വേഷാം കാരണം തവ രൂപം, വിശ്വങ്ങൾക്ക് മുഴുവൻ കാരണമായത് എന്നുള്ള അർത്ഥത്തിൽ, കാരണം എന്നുള്ളതിന് ആധാരം എന്ന് അർത്ഥം കൽപ്പിച്ചാൽ ഒരു പ്രവൃത്തിയാണല്ലോ ഒരാധാരം. അതുകൊണ്ട് കാരണം എന്നുള്ളതിന് ആധാരം എന്ന അർത്ഥവും കൽപ്പിക്കാം. ഇപ്പോൾ വിശ്വമെന്ന പ്രതിഭാസം ഉണ്ടാവാനുള്ള, പ്രവൃത്തി ഉണ്ടാകാനുള്ള ആധാരം, ഈ വിശ്വങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം, പിന്നെ വിശ്വങ്ങളുടെ തുടങ്ങിയ നേരത്തെ പറഞ്ഞ പ്രതിഭാസങ്ങളൊക്കെയുള്ള കാരണം, അതേതാണ്? തവരൂപം. അതാണല്ലോ അവിടുത്തെ രൂപം. അപ്പം നോക്ക് എത്ര മനോഹരമായിട്ടാണ് വേദാന്തികളുടെ ഭാഷയിലും ഭക്തൻ്റെ ഭാഷയിലും ഒരേ സമയം ഈ വൈകുണ്ഠത്തിൻ്റെ വർണ്ണനം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്.
ഇതൊരു ആരുടെ ഭാഷയാണ്? ഏത്? ഭാസ്വൽ കോടി കിരീട ലസൽ കിരീട കടകാദ്യാകൽപതി പ്രാകൃതി എന്ന് ഭക്തൻ കാണുന്ന കാഴ്ചയാണ്. എന്നാൽ വിശ്വേഷം കാരണം തവരൂപം എന്നുള്ളത് വേദാന്തമാണ്, വേദാന്തികളുടെ കാഴ്ചപ്പാടാണ്. ഇവിടെ വലിയൊരു വേദാന്തിയാണ് കണ്ടു എന്ന് പറയുന്നത്. അതാരാ? ഐക്ഷത വിധി. ഐക്ഷത എന്ന് വെച്ചാൽ കണ്ടു, വിധി എന്ന് വെച്ചാൽ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് ഇന്നലെ പറഞ്ഞ എന്താ? ആ പദം എനിക്ക് തരണം. ഇപ്പം ഇന്ന് വീണ്ടും പറഞ്ഞു ഈ രൂപത്തെ ബ്രഹ്മാവ് കണ്ടു എന്നാണ്. തമതമ എന്നുള്ള ശബ്ദം കേട്ട് ബ്രഹ്മാവ് തപസ് ചെയ്ത് ഉണർന്നപ്പോഴുള്ള അവസ്ഥയാണ് നമ്മളിപ്പോൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുണ്ഠത്തെ മുഴുവൻ കണ്ടു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ ആ വൈകുണ്ഠത്തിന് എങ്ങനെയാണെന്ന് അവിടെ സൂചിപ്പിച്ചതിന് ശേഷം വീണ്ടും ബ്രഹ്മാവിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയാണ്. ഐക്ഷത വിധി, ഈ രൂപത്തെ ഇതാ ബ്രഹ്മാവ് കണ്ടു. അതായത് വിശ്വേഷാം കാരണം, വിശ്വങ്ങൾക്ക് മുഴുവൻ കാരണമായ, വിശ്വങ്ങൾക്ക് മുഴുവൻ ആധാരമായ തവ രൂപം. അപ്പോൾ വാസ്തവത്തിൽ വിശ്വങ്ങളും രൂപങ്ങളും രണ്ടായിട്ട് പറയുമ്പോൾ അവിടെ ഭക്തി വന്നു. ഇനി അവിടുത്തെ രൂപം തന്നെ വിശ്വം എന്ന് കണക്കാക്കുമ്പോൾ അവിടെ ജ്ഞാനവും വന്നു. അപ്പോൾ ഭക്തിജ്ഞാന യോഗങ്ങളും അവിടെ സൂചിപ്പിക്കപ്പെട്ടു. അപ്പം തവരൂപം ഐക്ഷത. കാണുന്നത് ആരാ? കാണുന്നത് വേറെ ആയിട്ട് കാണുമ്പോഴാണല്ലോ കണ്ടു എന്ന് പറയാം. അപ്പം അവിടെ ദ്വൈതം വന്നു. സ്വയം കണ്ടു. വിധി എന്ന് വെച്ചാൽ ബ്രഹ്മാവ് താൻ തന്നെ, ബ്രഹ്മാവ് താൻ തന്നെയാണെന്ന് ആദ്യം പറഞ്ഞു. അപ്പം ഈ എല്ലാ തരത്തിലും മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. തത്തേ വിഭോ ഭാതുമേ. വീണ്ടും പറഞ്ഞു തത്തേന്ന്. തൽ തേ, അവിടുത്തെ ആ വിശ്വേഷാം കാരണം തവരൂപം, വിശ്വങ്ങൾക്ക് മുഴുവൻ കാരണമായ ആ രൂപത്തെ എൻ്റെ മുമ്പിൽ പ്രകാശിപ്പിക്കണമേ. ഭാതുമേ, എൻ്റെ മുമ്പിൽ പ്രകാശിക്കണേ, അല്ലെങ്കിൽ തോന്നണേ എന്നർത്ഥം. ഉപനിഷത്തുകളൊക്കെ എന്താ പറഞ്ഞത്? ഉപനിഷത്തുക്കളുടെ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നു വ്യാഖ്യാതാക്കൾ ഇവിടെ. യഥോവാ ഇമാനി ഭൂതാനി ധ്യായന്തേ. യതഃ, യാതൊന്നിൽ നിന്നാണോ ഇമാനി ഭൂതാനി ധ്യായന്തേ, ഇത്തരം ഭൂതങ്ങളെല്ലാം ജനിക്കപ്പെടുന്നത്, ഉണ്ടാക്കപ്പെടുന്നത് എതിൽ നിന്നാണോ അതാണ് തവരൂപം. അവിടെയാണ്, അതുകൊണ്ടാണ് വിശ്വേഷാം കാരണം എന്ന് പറയാൻ കാരണം എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു. വിശ്വേഷാം കാരണം തവരൂപം എന്ന് പറയാൻ കാരണം ഉപനിഷത്തൊക്കെ അവിടെ, അതാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത്, വേദാന്തവും പറഞ്ഞിട്ടുണ്ട്. യതഃ വാ ഇമാനി ഭൂതാനി ജായന്തേ, ഏതിൽ നിന്നാണോ, യാതൊന്നിൽ നിന്നാണോ ഈ ഭൂതങ്ങളെല്ലാം ജനിക്കപ്പെട്ടത്, ഉണ്ടാക്കപ്പെട്ടത്, അതിനുള്ള കാരണം എന്ന് പറയാം. അതാണല്ലോ ആധാരം എന്ന് നമ്മളതിനെ മാറ്റി പറഞ്ഞത്. ഇതിനെല്ലാം ആധാരമായ ആ രൂപം എന്നർത്ഥം. അപ്പോൾ ബ്രഹ്മാവിയുടെ ഭഗവാനെ കണ്ടു കഴിഞ്ഞു. ആ അവസ്ഥയിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്. അപ്പം നമ്മളെ ബ്രഹ്മാവിൻ്റെ ഒപ്പം കൊണ്ടുപോവുക, അല്ലെങ്കിൽ ബ്രഹ്മാവിനെ നമ്മളെ ഒപ്പം കൊണ്ടുപോകുകയാണ് ഭട്ടതിരിപ്പാട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം മുമ്പിൽ നടക്കുന്നുണ്ട് ഭട്ടതിരിപ്പാട്. അദ്ദേഹമാണല്ലോ നമ്മളെക്കാൾ മുമ്പ് കണ്ടത്. അതുകൊണ്ടാണല്ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ വൈകുണ്ഠത്തിലെത്തി ബ്രഹ്മാവും ഇതെല്ലാം കണ്ടു. ഇതേവരെ വർണ്ണിച്ചതെല്ലാം ബ്രഹ്മാവ് കണ്ടു. ലക്ഷ്മി ഭഗവതിയെ കണ്ടു, വിമാനങ്ങളെ കണ്ടു, വൈകുണ്ഠനെ കണ്ടു. സിംഹാസന അധ്യാസനായിട്ടുള്ള നമ്മൾ സാധാരണ അനന്തശായിയെയാണ് കാണാറ്. പത്മനാഭൻ കിടക്കുന്ന ആളായിട്ടാണ് നമ്മൾ കാണാറ്. അനന്തപത്മനാഭൻ അനന്തശയ്യയിൽ കിടക്കുക എന്നാണല്ലോ നമ്മൾ പറയാറ്. പക്ഷേ ഭട്ടതിരിപ്പാടിൻ്റെ ഭാവന ഇരിക്കുന്ന ഭാവനയാണ്. ആ ഇരിക്കുന്ന ഭഗവാനെ കാണുമ്പോൾ പെട്ടെന്ന് ശിരസിൽ നിന്നും, അതുപോലെ മാറിലൂടെയും, ശിരസിൽ ബുദ്ധി, മാറിൽ ഹൃദയം, മനസ്സ്. അപ്പോൾ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ഇതാ ഭഗവാന്റെ രൂപത്തെ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ബുദ്ധിയായിട്ടും മനസ്സായിട്ടും ഭഗവാന്റെ രൂപം, ബുദ്ധിയുടെ പ്രത്യേകത പ്രകാശമാണ്. ബുദ്ധിക്ക് പ്രകാശം വന്നു കഴിഞ്ഞാൽ മനസ്സിൽ നിഷ്കളങ്കത വരും. ശ്രീവത്സം ആവും മനസ്സ്, ശ്രീയാൽ ലാളിക്കപ്പെടും. അപ്പോൾ തുടുക്കും, നല്ല പ്രകാശത്താൽ സൗന്ദര്യമുള്ളതായിട്ട് തീരും ഹൃദയം. അതാണ് കൗസ്തുഭമണിയുടെ സ്ഥാനം അവിടെ പറയാൻ കാരണം. മനോഹരമായിട്ടുള്ള
ഭാവന. മുഴുവൻ ഇത്തവണ പറഞ്ഞില്ല, അവസാനം ഒറ്റ പദത്തിൽ പറഞ്ഞു വിശ്വേഷാം കാരണം എന്ന്. ആ വിശ്വത്തിന് മുഴുവൻ കാരണമാകുന്ന അവിടുത്തെ നാഭി, അര, അതുപോലെ പീതാംബരം എല്ലാം എന്നുള്ള അവസ്ഥ അവിടെ നമ്മൾ സങ്കല്പിക്കണം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം. നിജപദത്തിൽ, നിജസ്ഥാനത്തിൽ ഞാൻ ഏറ്റവും അടുത്ത് കണ്ടു. അവിടെ തന്നെ ഇതാ രത്നാസനത്തിൽ ഇരിക്കുന്ന അങ്ങയെ കണ്ടു, ആ രൂപത്തെ കണ്ടു. ഭാസ്വൽ കോടിലസൽ കിരീട കടകാദ്യാകൽപ്പ ദീപ്രാകൃതി. പ്രകാശത്തിൻ്റെ രൂപമുണ്ടെങ്കിൽ അത് ആ കിരീടമാണ്. കോടിക്കണക്കിന് ഭാസ്കരന്മാർ ശോഭിക്കുന്ന പ്രകാശത്തോടു കൂടിയ കിരീടഘടകങ്ങളെയും ഞാൻ കണ്ടു. ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണിച്ഛായാരുണം. ആ ശ്രീവത്സാങ്കിതം കൊണ്ട് ഏറ്റവും ശോഭിക്കപ്പെട്ട ചുവന്നു തുടുത്ത ആ മാറിടം. കാരണം വിശ്വേഷാം, എല്ലാ വിശ്വങ്ങൾക്കും കാരണമായ തവരൂപം, അവിടുത്തെ രൂപത്തെ ഐക്ഷത വിധി, വിധിയും കണ്ടു. തത്തേ വിഭോഭാതുമേ, അത് എനിക്കും കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണ.